വൈകുന്നേരം 4 മണിക്ക് വരൂ. ഒന്നും കൂടി നോക്കട്ടെ. ഓക്കെ. ശങ്കുണ്ണി, ശങ്കുണ്ണി, ശങ്കുണ്ണി. ഞാൻ ഇവിടെയുണ്ട്. തനിക്കൊന്ന് മിണ്ടിക്കൂടിയിടോ. ഈ ടെലിഫോൺ ബിൽ അടയ്ക്കണം. പിന്നെ ഈ ലിസ്റ്റ് പ്രകാരമുള്ള മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണം. പറയുന്നോണ്ടൊന്നും തോന്നരുത്. തമ്പി സാർ ആ പിള്ളേരെ കൊണ്ട് വി ഹെൽപ്പ് എന്നൊരു പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ടല്ലോ. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ചാൽ അവർക്ക് അതൊരു സഹായവും. വേണ്ട, തനിക്ക് ഞാൻ ശമ്പളം തരുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനാണ്. ഇതെല്ലാം അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ തന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. അയ്യോ, ഞാൻ തന്നെ പോവാ. 10 മിനിറ്റ് ഉറങ്ങാനും സമയം തരില്ല എന്ന് വെച്ചാൽ ഈ സ്ത്രീ എന്നെ കൊല്ലുള്ളൂ എന്ന് തോന്നുന്നു. അപ്പതാ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രോഗ്രാം. നീ ഇവിടുത്തെ പാഴ്സൽ ഓഫീസിൽ പോയി ഗുഡ്സ് ക്ലിയർ ചെയ്യണം. പാർട്ടിയെ പോയി കണ്ട ശേഷം. ഇതാരാ ശങ്കുച്ചേട്ടാ? അയ്യോ, ഇതെന്താ കയ്യില്? ഇതൊക്കെ വി ഹെൽപ്പിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആദ്യമായിട്ടാ ഇങ്ങനൊരു കാര്യം വി ഹെൽപ്പിനെ ഏൽപ്പിക്കാൻ ഡോക്ടർ അമ്മ പറയുന്നത്. ഇതൊരു അവസര. ഞാൻ നിങ്ങളെ പറ്റി വേണ്ടതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരും മിടുക്കന്മാരായിട്ടുള്ള 2 പിള്ളേരാ. ഡോക്ടർ അമ്മയുടേതായ എല്ലാവിധ സഹായങ്ങളും അവർക്കുണ്ടാവണം. ഇനി പിടിച്ചെടുക്കേണ്ടത് ആരാ? നിങ്ങളാ. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങളുടെ ഭക്ഷണ പ്രശ്നമാണേ. അതെ, ഇവിടെ ഡോക്ടർ അമ്മയ്ക്കാണോ വക്കീൽ സാറാണോ മുൻതൂക്കം? തൂക്കം നോക്കിയ വക്കീൽ സാറിന് ഒരു 10-45 കിലോ കൂടുതലാ. പക്ഷെ ഇവിടെ തൂക്കമല്ലല്ലോ പ്രശ്നം. ഇപ്പൊ നിസ്സാരൊരു കാര്യം പറയാം. നമ്മുടെ കിഴക്കേല അലിയാർ ഒരു വാഴക്കൊല മോഷ്ടിച്ചു. ഈ അലിയാർക്ക് വേണ്ടി കേസ് വാദിച്ചത് ആരാ? ഈ വക്കീൽ സാറ്. എന്നിട്ട് എന്താ ഉണ്ടായത്? 6 കൊല്ലം കഠിന തടവിന് ശിക്ഷിച്ചു. ഇപ്പോഴും അലിയാരകത്താ. അന്ന് നിർത്തി ഇയാളുമായിട്ടുള്ള എന്റെ ഗുമസ്തപ്പണി. അല്ല, ഞാനിങ്ങനെ തമാശക്ക് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അത് പോട്ടെ. ഇനി ഡോക്ടറോ? ഇയാളുടെ തന്നെയല്ലേ ഭാര്യ. എത്രത്തോളം ഉണ്ടാവും നമുക്കറിയാലോ. ഇനി ഒരു സത്യം കൂടി പറയാം. ഡോക്ടർ അവരാണെങ്കിലും മിക്കപ്പോഴും ചികിത്സിക്കുന്നത് ഞാനിത് പുറത്താരോടും. അതൊക്കെ പോട്ടെ ശങ്കുച്ചേട്ടാ, കാര്യത്തിലോട്ട് വാ. ഞങ്ങൾ ഇപ്പൊ ആരെ പിടിക്കണം? ഡോക്ടറെ. അതിന് ഈ പണികളൊക്കെ അങ്ങോട്ട് ചെയ്യാ. ഡോക്ടറമ്മേ പിണക്കരുത്. പിണക്കിയ അറിയാലോ, പഴയ തട്ടുകട. நோக்கு குட்டி, நீ போடுற மாதிரி தினமும் ட்ரெஸ் மாத்தி மாத்தி போடுறதுக்கு எவ்வளவு பணம் ஸ்பெண்ட் பண்றேன்? அதுல கொஞ்சம் பணம் இந்த படிக்கிற விஷயத்துக்கு ஸ்பெண்ட் பண்ண கூடாதா? வீட்டிலேயே ஒரு மைக்ரோஸ்கோப் வாங்கி வை. இங்கே சொல்லி கொடுக்கிற டிஸ்ட்ராக்ஷன்ஸ் அங்க உட்கார்ந்து தினமும் செஞ்சு படி. விஷயம் நல்லா புரிஞ்சுக்கணும்னா அதுல ப்ரொவிஷன்ஸ் வேணும். ஹோம்வொர்க் தேவை, நிறைய தேவை. புரிஞ்சுதோ என்ன? இந்த பாருங்க, நான் பிராமணனாக்கும் படிக்கிற விஷயம் சுவோலஜி. அந்த நாளிலே நான் என்ன பண்ணேன் தெரியுமோ? அப்பா அம்மா பாட்டி யாருக்கும் தெரியாம ஆத்தலையே ஒரு லேப் அரேஞ்ச்மெண்ட் பண்ணோம். என்ன, யாருக்கும் தெரியாம அங்க உட்கார்ந்து செஞ்சு படிச்சோம். கடைசியில் என்ன ஆச்சு? ரிசல்ட் வரும்போது ஃபர்ஸ்ட் கிளாஸ், ஃபர்ஸ்ட் ரேங்க். നെക്സ്റ്റ് മന്ത് അപ്പോയിന്റ്മെന്റ്. അയ്യോ, ഇതും ചത്തു. നശിപ്പിച്ചു. സാരമില്ല, ആദ്യമൊക്കെ എല്ലാരും അങ്ങനെ തന്നെ. ശരിയാവില്ല എന്ന് കരുതി തോറ്റു മടങ്ങാൻ പറ്റുമോ? പിന്നെ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാൻ ഈ തവള നഹി. തവളയെ സംഘടിപ്പിക്കണം. ഒരു കാര്യം ചെയ്, ചാക്കുമായിട്ട് ഇറങ്ങിക്കോ തവളയെ പിടിക്കാൻ. തവളയെ വേണം, അത്രയല്ലേ വേണ്ടു. ഹലോ, വി ഹെൽപ്പ് അല്ലേ? യെസ്, വി ഹെൽപ്പ് ഹിയർ. എംഡി സ്പീക്കിംഗ്. യെസ് മാഡം. എന്തും ഏതു നേരത്തും. നോ നോ നോ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് അടിയന്തരമായി 2 ഡസൻ ഫ്രോക്സ് വേണം. ഓ, ഫ്രോക്സ്. ഏത് നിറം, ഏത് സൈസ്? പച്ച, ഉള്ളതിൽ വെച്ച് ഏറ്റവും വലുത്. നല്ല പിടയ്ക്കുന്ന പരുവം. ജീവനുള്ളത് മാത്രം മതി കേട്ടോ. ജീവനുള്ള ഫ്രോക്കോ? പ്ലീസ് ഹോൾഡ് ഓൺ മാഡം, ഞാൻ അതിന്റെ സെക്ഷനിലേക്ക് കൊടുക്കാം. ബാലു, പച്ച ഫ്രോക്ക്, പിടയ്ക്കുന്ന പരുവം, കിളിനാദമാ. ഹലോ, വാട്ട് കൻ വി ഡു ഫോർ യു പ്ലീസ്? 2 ഡസൻ ജീവനുള്ള ഫ്രോക്സ് വേണം. രാവിലെ തന്നെ വേണം. വാട്ട്? കേട്ടിട്ടില്ലേ? FROG, ഫ്രോഗ്, തവള. മാഡം, യു മീൻ അത്? ഏത് സമയത്ത് എത്തിച്ചേരുമെന്ന് നിങ്ങളുടെ MD പറഞ്ഞല്ലോ. ബുദ്ധിമുട്ടാണേ വേണ്ട.
അയ്യോ ഒരു ബുദ്ധിമുട്ടില്ല, വി വിൽ അറേഞ്ച്. എവിടെയാണ് എത്തിക്കേണ്ടത്? അഡ്രസ് പ്ലീസ്. ഫ്ലാറ്റ് നമ്പർ 13, സ്വാതി അപ്പാർട്ട്മെന്റ്സ്, ജവഹർ നഗർ. ഓക്കെ, നാളെ രാവിലെ സാധനം അവിടെ എത്തിയിരിക്കും. നോ 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 നോ, യു ബിലീവ് വി ഹെൽപ്പ്. താങ്ക് യു. MD ഏറി എല്ലാം ഏറ്റല്ലേ, ചാക്കോയിട്ട് ഇറങ്ങിക്കോ. എന്തിനാ? തവളെ പിടിക്കാൻ. എന്റെ അമ്മോ, നല്ല വഴുക്കലല്ലേ. ചതുപ്പായതുകൊണ്ട് ഇഷ്ടം പോലെ തവളയുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ശബ്ദം കേട്ടറിഞ്ഞൂടെ? നടക്ക്. വലിച്ചൂര് വലിച്ചൂര്. ആനെ പിടിക്കാൻ പറ്റുന്ന കുഴിയ പോലെ. എന്റെ അമ്മേ. കിട്ടിയോ? ചാക്ക് കാണിക്ക്, ചാക്ക് കാണിക്ക്. കിട്ടോ കിട്ടോ വെട്ടൊന്ന് കാണിക്ക്. ഇവ ഇച്ചിരി വലുതാ. നീ തരത്തില്ല, പിടി തരുന്നില്ല. കയ്യും കൊള്ളുന്നുണ്ടോ? നോക്കി പിടിച്ചോ. പച്ചാലെ അറക്കിട്ട് പിടിക്കൂ. ഹലോ, കുട്ടിയായോ? കുട്ടിക്ക് ഇപ്പൊ പനി കുറവുണ്ട്. ബാറിലുള്ള തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ? ബാർലി കുട്ടികൾക്ക് വളരെ നല്ലതാണ്. ബാർലി വെള്ളം മാത്രമല്ല, ഗ്രേപ്പ് വാട്ടർ, കൂവപ്പൊടി, അമുൽ സ്പ്രേ, ബഗാൻ സ്പ്രേ, എത്ര വിധം വേണമെന്ന് പറഞ്ഞാൽ മതി. ഓർഡർ തന്ന് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് വി ഹെൽപ്പ് നിങ്ങളുടെ മുമ്പിൽ സാധനം എത്തിക്കും. നിങ്ങൾ ആളെ കളിയാക്കാണോ? ഡോക്ടർ ശ്രീദേവിയുടെ ഡിസ്പെൻസറി അല്ലേ ഇത്? അത്യാവശ്യ കാര്യത്തിന് പേഷ്യൻസ് വിളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? ഞാൻ ഡോക്ടറോട് ചോദിക്കട്ടെ. Stupid. എടാ ബാലു, ബാലു, എന്താണ് ദരിദ്രവാസി, കുളിക്കാനും സമ്മതിക്കില്ല. ആകെ കുളമായി. ഡോക്ടർക്ക് വന്നപ്പോൾ നമുക്കാണെന്ന് കരുതി ഞാൻ അറ്റാക്ക് ചെയ്തു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഡോക്ടറെ ഫോണിന്റെ എക്സ്റ്റൻഷൻ അവിടെ ഇരിക്കുന്നതെന്ന്? ഡോക്ടർ കാണോ നമുക്കാണോ എന്ന് ശരിക്കറിയാതെ ഫോണിൽ കയറി സംസാരിക്കരുതെന്ന്. Stupid. ഒരു കിളിനാഥ നിർത്തോ. തമ്പി സാർ നമുക്ക് ഔട്ട് ഹൗസ് എന്ന് തന്നെ ആ സ്ത്രീക്ക് ഇഷ്ടമില്ലേണ്ട. അതിനിടയ്ക്ക് ഇതും കൂടി ആയപ്പോ തീർന്നു. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാ ടെലിഫോണിൽ തൊട്ടുപോരുത്. ഞാൻ തൊടും. സ്വാതന്ത്ര്യം കുറച്ച് കൂടിപ്പോയെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനവര് നമുക്ക് യാതൊരു ശല്യവും ചെയ്യുന്നില്ലല്ലോ. ആ പിന്നെ ആ ഫോണിന്റെ കാര്യം, അതൊരു തമാശയായിട്ട് കണക്കാക്കിയാ പോരെ? തമാശ. നിലയും വിലയുള്ള ഒരു ഡോക്ടറാണ് ഞാൻ. എന്റെ റെപ്യൂട്ടേഷനാണ് അത് ബാധിക്കുന്നത്. സൊറ പറഞ്ഞിരുന്ന സമയം കളയുന്ന നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. രോഗങ്ങളുടെ മരുന്നുകളുടെ ഇടയ്ക്ക് ജീവിക്കുമ്പോ കുറെയൊക്കെ റഫാകാതിരിക്കില്ല മനസ്സ്. അതിൽ തന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ആരെങ്കിലും ചോദിച്ചാൽ തന്റെ അന്തസ്സിന് കോട്ടം തട്ടാതെ അഡ്വക്കേറ്റ് മാധവൻ തമ്പി കിറുക്കാണെന്ന് പറഞ്ഞേക്കും. എന്തു പറഞ്ഞാലും ഓരോ ന്യായീകരണങ്ങൾ ഉണ്ടാവുമല്ലോ. പിന്നെ കിറുക്കാണെന്ന് എനിക്കറിയാമെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനത് സമ്മതിച്ചു കൊടുക്കുവോ? അപ്പോ ഡോക്ടർ ശ്രീദേവിക്ക് വല്ലപ്പോഴും ഒക്കെ മിസ്സിസ് തമ്പിയാകാനും അറിയാം. ഹലോ, വി ഹെൽപ്പ്. സമയം ഒത്തിരിയായി. സിനിമ ഇപ്പൊ തുടങ്ങും. ഇതുവരെ കണ്ടില്ലല്ലോ. ആ ദേ വരുന്നുണ്ട്. സോറി മാഡം, ടിക്കറ്റ്. ഞങ്ങൾ പോകാൻ തുടങ്ങായിരുന്നു. സോറി, ഐ എം വെരി സോറി. ഫ്ലൈറ്റിൽ കുറച്ച് സാധനങ്ങൾ കയറ്റി വിടേണ്ടായിരുന്നു. അവിടുന്ന്